ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫിലെ ഏറ്റവും വില്ലനാണല്ലേ മൊബൈൽ ഫോൺ. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ യൂസേജസ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ മൊബൈൽ ഫോണിൻ്റെ യൂസേജിൽ കുടുങ്ങിപ്പോയ ഒരാളാണ്. ഡെയിലി ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയാണ് കരകയറിയതെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ മൊബൈൽ ഫോൺ യൂസേജ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അങ്ങ് സൂപ്പറാവും. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനാണ് ഈ മൊബൈൽ ഫോൺ എന്ന്. അപ്പോൾ നിങ്ങൾ പറയൂ, ഗുണങ്ങൾക്കപ്പുറം ദോഷമുള്ള ഈ മൊബൈൽ ഫോൺ എപ്പോഴും നമ്മളോടൊപ്പം നടക്കുന്ന ഈ മൊബൈൽ ഫോൺ നമ്മുടെ കൂട്ടുകാരനാണോ അതോ ശത്രുവാണോ? ഏതൊക്കെ വഴിയിലാണ് ഞാൻ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ കുറച്ചതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ യൂസേജ് കുറയ്ക്കാൻ വേണ്ട ഫസ്റ്റ് ടിപ്പ് ഏതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ആപ്പിന് ഡെയിലി ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്റ്റേ ഫ്രീ എന്നൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ സ്ക്രീൻ ടൈം എന്ന ആപ്പ് ആണ് ഐഫോണിൽ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരുവാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് ആപ്പുകൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഒക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അതിന് ഇത്ര ടൈം അങ്ങനെ ചെയ്യാം. ആദ്യമേ തന്നെ കുറച്ച് ടൈം വെക്കേണ്ട കാര്യമില്ല, പതിയെ കുറച്ച് വന്നാൽ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുള്ള ആപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അതിന് വേണ്ട മനക്കരുത്ത് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഫേസ്ബുക്കാണ് കേട്ടോ. ഫേസ്ബുക്ക് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ക്ലോക്ക് എടുത്ത് ഒരു അലാറം സെറ്റ് ചെയ്യണം. എന്തിനെന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നമ്മൾ ഫോൺ യൂസ് ചെയ്യൂ എന്ന് നമുക്ക് കരുതി ഒരു അലാറം വെക്കണമെന്നില്ല. നമ്മുടെ മനസ്സിൽ ആ ഒരു ടൈം ഉണ്ടായാലും മതി. ആ ഒരു ടൈം അപ്പോൾ അത്രയും സമയം മാത്രമേ നമ്മൾ ഫോണ് യൂസ് ചെയ്യാവൂ എന്നൊരിത് വയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുക്കണ്ട. ബാക്കി സമയം നമുക്ക് നമ്മുടെ എയിമിനനുസരിച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ട, പഠിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതത്ര പെട്ടെന്ന് സെറ്റാവുന്ന ഒരു ടിപ്പല്ല, എങ്കിലും ശ്രമിച്ച് നോക്കാം. ആൻഡ് ദ ഫൈനൽ ടിപ്പ് ബട്ട് നോട്ട് ദ ലാസ്റ്റ്, അതെന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യുക. നമ്മുടെ ഒരു ഡിറ്റർമിനേഷൻ, അതാണ് എല്ലാത്തിനും മുഖ്യം അല്ലേ. നമ്മുടെ ഒരു മനസ്സിൽ കഠിന പ്രതിജ്ഞ എടുക്കുകയാണ്, നമ്മളിങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇത് ചെയ്യില്ല എന്ന്. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ എത്ര വലിയ പ്ലാനിങ്ങോ എന്തോ ചെയ്താലും നമ്മുടെ മനസ്സിലൊരു ഡിറ്റർമിനേഷൻ വേണം. അതുണ്ടെങ്കിൽ എല്ലാം നടക്കും. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് കേട്ടോ. ഉറച്ച തീരുമാനങ്ങളും കൺസിസ്റ്റൻസി, അതാണ് മെയിൻ തിങ്. പിന്നെ നമ്മുടെ ഫോണിൽ ഇതുപോലെ സെൽഫ് ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുക. അതിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടിപ്പ് കണ്ടെത്തി എങ്ങനെയൊക്കെ നമുക്ക് ഫോൺ യൂസേജ് കുറയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോ, ഫോൺ ഉപയോഗം കുറയ്ക്കണോ അതോ പഴയ പോലെ കണ്ടിന്യൂ ചെയ്യണോ? ഏതായാലും ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ഫോൺ യൂസേജ് കുറച്ചേ പറ്റൂ. ഓൾറെഡി അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. അതുവഴി എനിക്ക് നല്ലൊരു മെൻ്റൽ ഹെൽത്താണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങളോടൊപ്പം നടക്കുന്ന ആ മൊബൈൽ ഫോൺ നിങ്ങളുടെ കൂട്ടുകാരനാണോ അതോ ശത്രുവാണോ? ഇതൊക്കെ ശ്രദ്ധിച്ച് നന്നായി മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ലൊരു കൂട്ടുകാരനായി ഇവനെ കൂടെ കൂട്ടാം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.